താരങ്ങളായ ക്രിസ്ത്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിയും ഒരു ഫുട്ബോൾ ലീഗിൽ വീണ്ടും ഒന്നിക്കുന്നത് കാണുക എന്നത് ലോകമെങ്ങുമുള്ള കാൽപന്ത് കളി ആരാധകരുടെ സ്വപ്നമാണ്. റയൽ മാഡ്രിഡിൽ ക്രിസ്ത്യാനോയും ബാഴ്സലോണയിൽ മെസ്സിയും കളിച്ചിരുന്ന കാലത്ത് സ്പെയിൻ ആയിരുന്നു കായിക ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രം. എന്നാൽ ഇരുവരും സ്പാനിഷ് ക്ലബ്ബുകളിൽ നിന്ന് വിട്ട ശേഷം വർത്തമാനകാലത്തെ ഇതിഹാസങ്ങൾ നേരിട്ട് ഏറ്റുമുട്ടുന്ന സാഹചര്യം പിന്നീടുണ്ടായിട്ടില്ല. യൂറോപ്പിന് പുറത്ത് ക്ലബ് ഫുട്ബോൾ അതിവേഗം വളർച്ച പ്രാപിക്കുന്ന സൗദിയിലേക്ക് മെസ്സിയെ എത്തിക്കാൻ വിവിധ ക്ലബ്ബുകൾ ശക്തമായ ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷെ PSG വിട്ട് അമേരിക്കയിലെ ഇന്റർ മയാമിയിലേക്ക് ചേക്കേറിയ അർജന്റീന ക്യാപ്റ്റൻ അവിടെ തന്നെ തുടരാനാണ് താല്പര്യം കാണിച്ചത്. എന്നാൽ ഇപ്പോഴിതാ സൗദി അറേബ്യയിൽ കുറച്ചു കാലത്തേക്കെങ്കിലും കളിക്കാൻ മെസ്സി പ്രകടിപ്പിച്ചുവെന്നും സൗദി കായിക മന്ത്രാലയത്തിന്റെയും പ്രോ ലീഗ് അധികൃതരുടെയും നിലപാട് കാരണം അത് നടക്കാതെ പോവുകയായിരുന്നു എന്നുമുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇന്റർ മയാമിയിൽ നിന്ന് ലോൺ അടിസ്ഥാനത്തിലെത്തി 3 മുതൽ 6 മാസം വരെ സൗദിയിൽ കളിക്കാനായിരുന്നു മെസ്സിയുടെ പദ്ധതി. അമേരിക്കയിൽ നടന്ന ക്ലബ് ലോകകപ്പിനിടെ മെസ്സിയുടെ ടീം തന്നെ സമീപിച്ച് സൗദിയിൽ കളിക്കാമെന്ന വാഗ്ദാനം മുന്നോട്ട് വെച്ച കാര്യം സൗദിയിലെ മഹദ് സ്പോർട്സ് അക്കാദമി CEO അബ്ദുല്ല ഹമാദാണ് വെളിപ്പെടുത്തിയത്. അറബി പ്ലാറ്റ്ഫോമായ സമാനിയയിലെ പോഡ്കാസ്റ്റിലായിരുന്നു അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ. മേജർ ലീഗ് സോക്കർ സീസണിന്റെ 4 മാസ ഇടവേള സമയത്ത് 2025-26 സൗദി പ്രോ ലീഗ് സീസണിൽ മെസ്സി ഏതെങ്കിലും സൗദി ക്ലബിനു വേണ്ടി കളിക്കാം എന്ന ഓഫറാണ് സൂപ്പർ താരത്തിന്റെ ടീം അബ്ദുല്ല ഹമാദിനു മുന്നിൽ വെച്ചത്. 3 മുതൽ 6 വരെ മാസം സൗദി ക്ലബിൽ കളിക്കുന്നതിനൊപ്പം തന്നെ പ്രൊമോഷണൽ ക്യാമ്പയിനുകളിൽ പങ്കെടുക്കുക, യൂത്ത് അക്കാദമി പദ്ധതികളിലും റിയാദ് സീസൺ ഇവന്റുകളിലും പങ്കാളിയാവുക തുടങ്ങിയവയായിരുന്നു മെസ്സി ടീമിന്റെ ഓഫർ. ഇതിനായി 50 മുതൽ 70 വരെ മില്യണാണ് അവർ ആവശ്യപ്പെട്ടത്. എന്നാൽ 2026 ലോകകപ്പിന് മുമ്പ് ടോപ്പ് ലെവൽ മത്സരങ്ങൾ കളിച്ച് ശാരീരിക ക്ഷമതയും മത്സര പരിചയവും കാത്തു സൂക്ഷിക്കുക എന്നതായിരുന്നു സൗദിയിൽ കളിക്കുന്നതിലൂടെ മെസ്സി പ്രധാനമായും ലക്ഷ്യമിട്ടത്. ഇക്കാര്യം അബ്ദുള്ള ഹമാദ് സൗദി കായിക മന്ത്രി അബ്ദുൽ അസീസ് ബിൻ തുർക്കി അൽ ഫൈസലിനെ അറിയിച്ചു. എന്നാൽ ദീർഘകാലത്തേക്കല്ലാതെ ഏതെങ്കിലും ടൂർണമെന്റിന് ഒരുങ്ങാനായി സൗദിയിലേക്ക് മെസ്സി വരേണ്ടതില്ല എന്ന നിലപാടാണ് കായിക മന്ത്രി എടുത്തത്. ഇക്കാര്യം കഴിഞ്ഞ ബുധനാഴ്ച ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തു. സൗദിയിലെ ചില സ്വകാര്യ നിക്ഷേപകർക്ക് മെസ്സിയുടെ ഇടക്കാല ഓഫറിൽ താല്പര്യമുണ്ടായിരുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ചില ക്ലബ്ബുകൾ ഈ നീക്കത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചു. 38 വയസ്സ് പിന്നിടുന്ന മെസ്സിക്ക് സൗദിയിലെ കാലാവസ്ഥയിൽ കളിക്കുക എളുപ്പമാകില്ലെന്ന വിലയിരുത്തലുകളും തീരുമാനത്തെ സ്വാധീനിച്ചു എന്ന റിപ്പോർട്ടുകളുണ്ട്. സൗദി ലീഗിൽ കളിക്കുന്നില്ലെങ്കിലും സൗദി ടൂറിസത്തിന്റെ ഗ്ലോബൽ അംബാസഡറായി മെസ്സി തുടരും.